നമസ്കാരം. ബീഹാറിൽ ഭരണമാറ്റമോ? ചരിത്രത്തിലാദ്യമായി ബീഹാറിൽ ഒരു ബി.ജെ.പി. മുഖ്യമന്ത്രി വരുമോ? നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജ്യസഭയിലേക്കോ രാഷ്ട്രപതി ഭവനിലേക്കോ? ബീഹാറിൽ ഭരണമാറ്റത്തിൻ്റെ വലിയ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ബീഹാറിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ മുന്നണി വലിയ വിജയം നേടിയിരുന്നു. 243 അംഗ നിയമസഭയിൽ 202 സീറ്റുകളിലും തിളക്കമാർന്ന വിജയം എൻ.ഡി.എ മുന്നണി നേടിയിരുന്നു. 89 സീറ്റുകളിൽ ബി.ജെ.പിയും 85 സീറ്റുകളിൽ ജനതാദൾ യുണൈറ്റഡും 19 സീറ്റുകളിൽ എൽ.ജെ.പിയും വിജയിച്ചിരുന്നു. ഇത് വലിയ വിജയം തന്നെയാണ്. സമീപകാലത്ത് എൻ.ഡി.എ നേടിയിട്ടുള്ള വിജയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വലിയ വിജയവുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പുമാണ് ബീഹാറിൽ നടന്നതും. വലിയ വിജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ വിജയത്തിന് ശേഷം മാസങ്ങൾക്കകം തന്നെ ബീഹാറിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറുന്നു. ആരോഗ്യ പ്രശ്നമാണ് കാരണം. മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ചുമതലകൾ ഭംഗിയായി നിറവേറ്റാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്നും ഏതാണ്ട് വലിയ വലിയ ചുമതലകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ബീഹാറിൽ നടക്കാനിരുന്ന അല്ലെങ്കിൽ ഈ നടന്നുപോയ തെരഞ്ഞെടുപ്പ് അത് അത്രമാത്രം മുന്നണിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ബീഹാറിൽ ജനകീയ മുഖമായിരുന്നു നിതീഷ് കുമാർ. അതുകൊണ്ടാണ് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റാതെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി മുഖമായി തന്നെ അവതരിപ്പിച്ചുകൊണ്ട് ബി.ജെ.പി. തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതും. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന സാഹചര്യത്തിൽ നിതീഷ് കുമാറിന് തൽസ്ഥാനത്ത് നിന്നും ഒഴിയാനാണ് താല്പര്യം എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ നിതീഷ് കുമാർ മാറുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുക ബി.ജെ.പി. ആയിരിക്കും. കാരണം മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് ബി.ജെ.പിക്കാണ്. കഴിഞ്ഞ നിയമസഭയിലും ബി.ജെ.പിക്ക് ആയിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകൾ. ബി.ജെ.പി. ആയിരുന്നു അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി. പക്ഷേ എങ്കിലും കഴിഞ്ഞ 5 വർഷവും ബി.ജെ.പി. നിതീഷ് കുമാർ തന്നെയായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ ആ മുഖ്യമന്ത്രി മുഖം തന്നെയാണ് പിന്നീടും എൻ.ഡി.എ തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിച്ചത്. വലിയ വിജയം നേടിയപ്പോഴും മുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിനെ തന്നെ അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നിതീഷ് കുമാർ വിരമിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പി. ഏറ്റെടുക്കാൻ പോവുകയാണ്. നിലവിലെ ഉപമുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരി തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നാണ് സൂചന. മറ്റു ചില പേരുകളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ സമ്രാട്ട് ചൗധരി തന്നെയാണ് മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും. എന്തായാലും നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഒഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ നിശാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയായി പരിഗണിച്ചേക്കുമെന്നും സൂചനയുണ്ട്. മാത്രമല്ല നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ് എങ്കിലും അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിയുന്നില്ല. അദ്ദേഹം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടേക്കും എന്നാണ് സൂചന. വരുന്ന ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിലായി 32ഓളം രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. അതിൽ ബീഹാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 4 സീറ്റുകൾ അല്ലെങ്കിൽ 4 സ്ഥാനാർത്ഥികളെ എൻ.ഡി.എക്ക് നിലവിലെ അംഗബലം ഉപയോഗിച്ചുകൊണ്ട് വിജയിപ്പിക്കാൻ കഴിയും രാജ്യസഭയിലേക്ക്. ഇതിൽ 2 സീറ്റുകൾ ബി.ജെ.പിക്കും 2 സീറ്റുകൾ ജനതാദൾ യുണൈറ്റഡിനുമാണ് എന്ന ധാരണയിലെത്തിയിരുന്നു. ബി.ജെ.പിയുടെ 2 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ജെ.ഡി.യുവിൻ്റെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നാളെയാണ് നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന തീയതി. ഇങ്ങനെ ജെ.ഡി.യുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിതീഷ് കുമാറിൻ്റെ പേരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ പറയുന്നത് പോലെ നേതൃമാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സൂചന കൂടി വരുന്നത് അടുത്ത വർഷം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിനെ എൻ.ഡി.എ പരിഗണിക്കാനുമുള്ള സാധ്യതയുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലെ എൻ.ഡി.എ മുന്നണിയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ജനതാദൾ യുണൈറ്റഡ് നേതാവായ നിതീഷ് കുമാറിനെ പരിഗണിച്ചേക്കാം എന്ന വാർത്തകളുമുണ്ട്. തൽക്കാലം നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക് പോയാലും രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരാനുള്ള സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും ബീഹാറിൽ വലിയ വിജയം നേടിയ ബീഹാറിൽ ബി.ജെ.പി. മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ്. മാത്രമല്ല അവിടെ വലിയ രാഷ്ട്രീയ മാറ്റത്തിന് ഒരുങ്ങുകയാണ്. നിതീഷ് കുമാർ അനാരോഗ്യം കാരണം അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം പടിയിറങ്ങുന്നു. ബി.ജെ.പി. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നു. സമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ള. നിതീഷ് കുമാറിന്റെ മകൻ നിശാന്ത് കുമാർ ഉപമുഖ്യമന്ത്രിയും ആയിരിക്കും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Brought to you by Kerala AIDS Control Society.
HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.